ഹലോ ഫ്രണ്ട്സ്, ഇനി വെറും 11 ദിവസം മാത്രമേ ലോക്കൽ കൗൺസിൽ ഇലക്ഷൻ ഉള്ളൂ. അതായത് മെയ് 7-ാം തീയതിയാണ് ലോക്കൽ കൗൺസിൽ ഇലക്ഷൻ നടക്കുന്നത്. വെറും 11 ദിവസം മാത്രമേ ആ ലോക്കൽ കൗൺസിൽ ഇലക്ഷൻ ഉള്ളൂ. ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത്, ഏത് പാർട്ടിക്കാണ് വോട്ട് ചെയ്യേണ്ടത് എന്നൊക്കെ പലരും എന്നോട് ചോദിക്കാറുണ്ട്. പലരും എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ചോദിക്കാറുണ്ട്, ചേട്ടാ ഏത് പാർട്ടിക്ക് വോട്ട് ചെയ്താലാണ് നമുക്ക് കൂടുതൽ ഉപകാരങ്ങൾ കിട്ടുക, കാര്യങ്ങളൊക്കെ എന്ന് എന്നോട് ചോദിക്കാറുണ്ട്. എനിക്കൊരു സജഷൻ തരാനുള്ളത്, നിങ്ങളുടെ ലോക്കൽ കൗൺസിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ലോക്കൽ കോൺസ്റ്റിറ്റ്യുവൻസിൽ ഏത് പാർട്ടിയാണ് നിൽക്കുന്നത്, ആ പാർട്ടി കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരമുണ്ടോ എന്ന് നോക്കി നിങ്ങൾ വോട്ട് ചെയ്യുക. അതായത് വേസ്റ്റ് ആൻഡ് എൻവയോൺമെൻറ്റ്, അല്ലെങ്കിൽ സോഷ്യൽ കെയർ, അല്ലെങ്കിൽ ഹൗസിങ്. അതായത് ഹൗസിങ്ങിൽ പറയുകയാണെങ്കിൽ വാട്ടർ ബില്ല് ആരാണ് കുറയ്ക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ കൗൺസിൽ ടാക്സ് ആരായിരിക്കും കുറയ്ക്കാൻ സാധ്യത എന്നൊക്കെ നോക്കി നിങ്ങൾ വോട്ട് ചെയ്യുക. ഇപ്രാവശ്യം പല മലയാളികളും പല കൗൺസിലുകളിലായിട്ട് പല വാർഡുകളിലായിട്ട് ഇലക്ഷൻ നിൽക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ സൗകര്യത്തിന് നോക്കി നിങ്ങൾ വോട്ട് ചെയ്യുക. ഇൻഫ്രാസ്ട്രക്ചർ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അതായത് മെയിൻ്റനൻസ് ഓഫ് ലോക്കൽ റോഡ്സ്, പോട്ട് ഹോൾസ് ഒക്കെ പല റോഡുകളിലും വരാറുണ്ട്. അതൊക്കെ ആരാണ് മെയിൻറ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു സ്ട്രീറ്റ് ലൈറ്റിംഗ് പല റോഡുകളിലും വർക്ക് ചെയ്യുന്നില്ല, അതൊക്കെ ആരാണ് സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ലോക്കൽ സ്കൂളുകൾ ആരാണ് സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ അഡൽട്ട് ലേണിംഗ് അല്ലെങ്കിൽ അഡൽട്ട് പ്രോഗ്രാംസുകളൊക്കെ ആരാണ് സപ്പോർട്ട് ചെയ്യുക എന്നൊക്കെ നോക്കി നിങ്ങൾ വോട്ട് ചെയ്യുക. അപ്പോൾ മെയ് 7-ാം തീയതി മറക്കണ്ട, 11 ദിവസം മാത്രമേ ഉള്ളൂ. പല മലയാളികളും ഇപ്രാവശ്യം ഇലക്ഷന് നിൽക്കുന്നുണ്ട്. അത് പ്രത്യേകം എടുത്തു പറയുവാണ്. മലയാളികൾക്ക് വോട്ട് ചെയ്യാൻ മാത്രമേ ഞാൻ പറയുള്ളൂ. കാരണം മലയാളികൾക്ക് ഒരു മലയാളി മാത്രമേ സപ്പോർട്ടായിട്ടുണ്ടാവുള്ളൂ. പിന്നെ ബാക്കിയുള്ളത് നിങ്ങളുടെ ആ ഒരു ഇഷ്ടം പോലെ നിങ്ങൾ വോട്ട് ചെയ്യുക. താങ്ക് യു.